ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു വെറൈറ്റി സ്നാക്സാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ദോശ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ റവ വെച്ചിട്ടാണ് കേട്ടോ ഈ ദോശ റെഡിയാക്കുന്നത്. അതിലേക്ക് തന്നെ അര കപ്പ് തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ റവ എടുത്തിട്ടുള്ള അതേ സെയിം അളവിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് വരെ ഈ റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അരമണിക്കൂർ നിന്നാൽ കുഴപ്പമൊന്നുമില്ല. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കായി കിട്ടും. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഇതുപോലെ റവ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് അരച്ചിട്ടെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അരക്കുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അര കപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ എല്ലതും കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇതായി ഒരു തിക്നെസ്സിലാണ് കേട്ടോ അപ്പോൾ അത് കിട്ടിയിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് ശരിക്കും ദോശ റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കേട്ടോ. നമ്മൾ സാധാരണ നീർദോശക്കൊക്കെ റെഡിയാക്കുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഈ ഒരു മാവും വേണ്ടത്. അങ്ങനെ അത് സെറ്റാക്കി എടുത്തിട്ട് അത് മാറ്റി വെക്കാം. നമുക്ക് ഇനി ഇതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് ബോൺലെസ് ചിക്കന് ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഇതിലേക്ക് ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ച് ചിക്കൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു കപ്പ് ചിക്കനും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണോളം ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ചില്ലി സോസും കൂടി ഇട്ടുകൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് വേവാനുള്ള വെള്ളം ചിക്കൻ തന്നെ ഇറങ്ങി വരും. അപ്പോൾ ഒരു 5-10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം ചിക്കനൊക്കെ പകുതി ഹാഫ് വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ മീഡിയം സൈസുള്ളൊരു സവാള ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർക്കുമ്പോഴും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. സവാള നന്നായിട്ട് കുക്കാവാനൊന്നും നിൽക്കണ്ട. ഒരു ഹാഫ് വേവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള ദോശയൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാന് നന്നാക്കിയിട്ട് ചൂടാക്കി കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതി. എന്നിട്ട് 2-3 തവിയോളം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ അത്യാവശ്യം ലൂസുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ദോശ ചുട്ടെടുക്കാൻ കഴിയുന്നത്. ഇങ്ങനെ കട്ടിയാവുമ്പോൾ നമുക്ക് ഒരുപാട് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം ലൂസിൽ തന്നെ ബാറ്റർ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വശമായി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ദോശ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശ മുഴുവനായിട്ടും ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശയും ഇവിടെ ഫുള്ളായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബാറ്റർ കൊണ്ട് 8 ദോശയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് റവ വെച്ചാൽ നമുക്ക് 8 ദോശ ചുട്ടെടുക്കാം. ഇനി ഇതിലേക്കൊരു സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ മയോണൈസ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ റെസിപ്പി കാണിക്കാഞ്ഞത്. അങ്ങനെ നമ്മുടെ സോസും ഇവിടെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡി ആക്കിയിട്ട് എടുക്കാം.
അപ്പോൾ ഇതാ ഒരു ദോശ എടുത്തിട്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഈ ഒരു ദോശയുടെ സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ച് സോസ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ സോസ് ഇതുപോലെ ഒന്ന് നടുക്കാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതാ 2 സ്പൂണോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ഫില്ലിങ് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചീസ് ഞാൻ പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയിട്ടെടുക്കുക. 2 വശത്ത് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടാണ് കേട്ടോ മടക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ദോശ ആയതുകൊണ്ട് തന്നെ ഇത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അവിടെ താനേ അത് ഒട്ടി നിന്നോളും. അപ്പോൾ ഇതുപോലെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്സ് വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും ഫില്ലിങ്ങൊക്കെ ആക്കിയിട്ട് വരാം. ഇനി ഈ സ്നാക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ വശത്തും ഒന്ന് ആക്കി കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലെ ചീസൊന്ന് മെൽറ്റാവുന്ന രീതിക്കൊന്ന് നമുക്ക് ചൂടാക്കിയിട്ടെടുക്കാം. അടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2 വശവും ഒരു വശമായി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ആ ചീസ് ചെറുതായിട്ടൊന്ന് മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ 2 വശവും ഇതുപോലെ ഈ ഒരു ഗോൾഡ് കളർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ. നല്ല പൊളി ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇനി ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.